അല്ല ഡോക്ടറെ, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് വട്ടായി പോവോ? അതിന് ഇയാൾക്ക് വട്ടായി പോയിന്ന് ഞാൻ തന്നോട് പറഞ്ഞു. ഈ ഇന്നലെ സിനിമ കണ്ടതാണോ? ഇന്നലെ സിനിമ കണ്ടില്ല സർ, വേണമെങ്കിൽ ഇന്നൊരെണ്ണം കാണാം. അതല്ലടോ, പത്മരാജന്റെ സിനിമ ഇന്നലെ കണ്ടതാണോ? പിന്നെ ഞാൻ കണ്ടതാ ഇന്നലെ. അതിൽ ശോഭനയ്ക്ക് പറ്റുന്നൊരവസ്ഥയുണ്ട്. ഒരു ആക്സിഡന്റിന് ശേഷം. അതറിയാം, അക്കേഷ്യ. അംനേഷ്യ എന്ന് വെച്ചാൽ ടോട്ടൽ മെമ്മറി ലോസ്. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ ഒരാള് അയാളുടെ പഴയകാല ഓർമ്മകളിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥ. ഈ പഴയകാലം ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളില്ലേ, ചിലപ്പോ നമ്മളെ സ്വാധീനിച്ച ഒരാള് അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു അനുഭവം. ഇന്ന് പള്ളിയിൽ വെച്ച് സാമിന് സംഭവിച്ചത് തന്നെ. വരൂ സാം. സാം സാം ഇപ്പൊ എവിടെയാ? സാമല്ലേ മുന്നിൽ കിടക്കണേ. ഡോക്ടർക്ക് എന്താ വട്ടായ? സാം മിണ്ടല്ലേ, ഇപ്പൊ വരും. വർക്കി മാഷ് കൂടെ ഉണ്ടാവുന്ന പേടി. കേട്ടില്ലേ? 8ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആനിന്റെ ഓർമ്മകളിൽ തന്നെ സാം എപ്പോഴും. ആളിപ്പോ വരും. എന്റെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. അത് വേണ്ട, അത് മോളിക്കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ. കിട്ടി. സ്കൂള് വിട്ടിട്ട് ഇത്ര നേരമായല്ലോ, അവൾ എന്താടാ വായിക്കുന്നേ? ഇനി വർക്കി മാഷിന്റെ കൂടെ പോയി കാണോ? വർക്കി മാഷ് വൈകിയേ വരൂ. പൊളി, നീ ഇതുവരെ തീർന്നില്ലേ? കംപ്ലീറ്റ് തെറ്റിച്ച്. ഇപ്പൊ കഴിയും. ഈ ലവ് ലെറ്റർ എഴുതണ അത്ര എളുപ്പ പണിയൊന്നുമല്ല. വേഗം ദേവറിന് വരുന്നുണ്ട്. പേരയ്ക്ക് വേണോ? പിടിയുടെ ലെറ്റർ കൊണ്ട് കൊടുക്ക്. നീ കൂടെ വാ. പൂമ്പാറ്റയെ പിടിക്കാൻ നിനക്ക് വലിയ ശുഷ്കാന്തിയാണല്ലോ, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്റെ കയ്യും കാലും പറക്കുന്നു. ധൈര്യം വേണോടാ. പോണടാ. ആന്റിന്ന് വൈകിയോ? ഇല്ല, വർക്കി മാഷ് വന്നില്ലേ? സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പം വൈകും. സൈക്കിളിൽ കയറുന്നോ? ഞാനില്ല. ഓവർലോഡ് ഞാൻ ചവിട്ടുന്നേ. വേണ്ട, ഞാൻ നടന്നോളാം. അയ്യോ, ആരെങ്കിലും കാണും. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് മേടിച്ചോ? എന്താടാ ഇവിടെ? ശല്യപ്പെടുത്തല്ലേ, ലവ് ലെറ്റർ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ തന്നെ എഴുതി. സ്നാനത്തോടെ പേമരച്ചോട്ടിൽ കത്തിരുന്നു. ആരാടാ ഇത് എഴുതിയത്? സ്നേഹം നിറഞ്ഞ എന്റെ ആനയ്ക്ക്, എന്റെ മെസ്സിലെ തൊമരപ്പൈങ്കിളിയാണ് നീ. താമര പൈങ്കിളി എന്നാ എന്റെ മനസ്സിലെ. നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തടിക്കുന്നു. എന്താടാ ഈ തടിക്കുന്നു? തുടിക്കുന്നു എന്നാണ് സാറേ. നീ എന്റെ കരോളാണ്. കരോളെന്നല്ല, കരളെന്നാണ് എഴുതിയത്. നമ്മുടെ ഇഷ്ടം നക്കിമാഷ് സമ്മതിക്കും. ആരോടെ നക്കിമാഷ്? അയ്യോ, ഞാൻ എഴുതിയപ്പോ വർക്കി മാഷായിരുന്നു. മാഷ് വായിച്ചപ്പോ തെറ്റിപ്പോയതാ. മര്യാദയ്ക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ, പ്രേമിക്കാൻ നടക്കുന്നു. ഇനി മലയാളത്തിൽ സാറേ. അയ്യോ, ഇങ്ങോട്ട് നീടറാ. പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത്തവണത്തെ സൺഡേ സ്കൂൾ വാർഷികത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കണം. പാട്ടോ ഡാൻസോ ഡ്രാമയോ എന്തുമാവാം. പക്ഷേ ഒരു കാര്യം, വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം. ആലോചിച്ചോളൂ. പോളി, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് മിമിക്രി? അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി ഞാനും കൂടെ ഫാൻസി ഡ്രസ് ചെയ്യാം. ഫാൻസി ഡ്രസ് കൊള്ളാം.
പക്ഷേ ഡ്രസ് എടുക്കാനുള്ള 10 പൈസ പള്ളിയിൽ നിന്ന് കിട്ടത്തില്ല. അതിന്റെ ചെലവ് പോളി തന്നെ വഹിക്കണം. ഇതിന് ഡ്രസ്സൊന്നും വേണ്ട അച്ഛോ, ഞങ്ങൾ ആദ്യം ഔവയാണ് ചെയ്യുന്നത്. പോളി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ഇരിക്കവിടെ. ജോർജിയോ? അച്ചോ, കഥാപ്രസംഗം ആദാമിന്റെ സന്തതികൾ. ഗുഡ്, വെരി ഗുഡ്. ഇരിക്കും. ടോണിയോ? തീറ്റ മത്സരം. ആരും കളിയാക്കണ്ട. തീറ്റയിൽ ഞാൻ ടോണിക്ക് ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. അച്ഛോ, ഇവൻ പാട്ട് പാടും. ഓ, എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്ക്, കേൾക്കട്ടെ. പാട് പാട. മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. മാങ്ങണ്ടി. അവന്റെ ഒരു മാങ്ങാൻ. ടോണി പാടണ്ട, ഇരിക്കവിടെ. രണ്ടുപേരും സ്റ്റാൻഡപ്പ്. ലെറ്റർ കൈമാറ്റം അല്ലേ? ഇങ്ങ് വാ. കേറുമോളെ. കരയണ്ടടാ, നമ്മുടെ സാമിന് വേറെ നല്ല പെണ്ണിനെ കിട്ടും. അതല്ലടാ, ഇത് കഴിഞ്ഞ എന്റെ തിന്നാ വേറെ ഉണ്ടേ പോലില്ല. അവളുടെ പഴയ തൂവാല ഇനി ഇതേ ഉള്ളു മിച്ചം. സാധാരണ ഈ ഹൈപ്പർതമേസിയ പേഷ്യൻസ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാറില്ല. പക്ഷേ അക്കാര്യത്തിൽ സാം കുറച്ച് ലക്കിയാണ്. ഇരിക്കൂ. ഒരു ബ്രീഫ് ഇൻ്റർവെല്ലിന് ശേഷം പ്രസൻറ്റിലേക്ക് തിരിച്ചു വരാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. സാമിൻ്റെ ബ്രെയിനിൻ്റെ അപ്പർ ലോബിൽ ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതൊരു 6 വർഷം മുമ്പ് മണിപ്പാലിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റിയതാ. പഠിക്കുന്ന കാലത്ത് കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. മേ ബി അതും ഒരു കാരണമാവാം. എന്തായാലും പഠനകാലത്തെ ഈ 6 വർഷം സാമിൻ്റെ ഓർമ്മയിലില്ല. മറക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ മറന്നുപോയ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ഒരു ശ്രമമാവാം ഒരുപക്ഷെ ഈ മെമ്മറി റീക്യാൻ. ഡോക്ടർ, ഇതിന് മരുന്ന്? ഞാൻ പറഞ്ഞില്ലേ, സാം ഇപ്പോഴും ഒരു രോഗിയല്ല. സാമിൻ്റേത് വെറും ഒരു ഹൈപ്പർതമേസിയ സിംറ്റം മാത്രമാണ്. ഈ വലിയ അസുഖങ്ങൾക്ക് മുൻപ് വരുന്ന പനിയോ തലവേദനയോ ഒക്കെ പോലെ. എന്നാ പിന്നെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് വയറു നിറയെ ഫുഡ് വാങ്ങി കൊടുത്താലോ? ഇയാള് സാമിൻ്റെ ആരാന്നാ പറഞ്ഞേ? കസിനാ. എടോ, അയാളെ സ്വതന്ത്രമായിട്ട് വിട്. പിന്നെ വേണമെങ്കിൽ ഒരു പരീക്ഷണമാവാം, ഒരു ലക്ഷട്രം. സാമിൻ്റെ ഓർമ്മകളിൽ ഇല്ലാത്ത ആ പഴയ ലോകത്ത് പഠിച്ച കോളേജ്, അന്ന് പരിചയപ്പെട്ട വ്യക്തികൾ. ഐ എം നോട്ട് ഷുവർ, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി. നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു ഫിസിക്കൽ സപ്പോർട്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ സമ്മതിക്കില്ല. ഈ സുഖമില്ലാത്ത കൊച്ചിനെ കൊണ്ട് യാത്ര പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും ഈ മണ്ടന്മാരുടെ കൂടെ. ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കും? എന്റെ അമ്മച്ചി, എനിക്ക് ഒരു കുഴപ്പമില്ല. ദേ, യുവമാർക്കാ വട്ട്. അതെ, ഞങ്ങൾക്കാ വട്ട്. അമ്മച്ചി ഡോക്ടർ പറയുന്ന കേട്ടാലേ ആർക്കായാലും വട്ടാകും. അവന്റെ ഒരു ഭൂതകാല പ്രണയം. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മോനെ സാമേ, ഈ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതാരാ? വല്യമ്മച്ചിയുടെ അമ്മച്ചി. ഇപ്പൊ പഴയ കാര്യങ്ങളെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഓർത്തോർത്തോർത്തോർത്തോർത്തേ. വല്യമ്മച്ചിക്കും വട്ടായ. ഇവന് ഒരു കുഴപ്പമില്ല. അയ്യോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഓ എന്റെ പൊന്നമ്മച്ചി, ഇങ്ങനെ 18-ാം നൂറ്റാണ്ടിലെ ഒരു ഫോട്ടോ കാണിച്ച ഇവൻ ജാമ്പവാന്റെ കാലത്തേക്ക് തിരിച്ചു പോകത്തൊന്നുമില്ല. അവനെ സ്വാധീനിക്കുന്ന വ്യക്തികൾ വേണം, സംഭവങ്ങൾ വേണം. ഒരു പുരാവസ്തു കൊണ്ട് വന്നേക്കുന്നു. ഒന്ന് പോടാ, ഞാൻ ഇവനെ സ്വാധീനിച്ചിട്ടില്ലേ? എന്നിട്ടെന്താ ഇവനെ എന്റെ ഭൂതകാലത്തിലേക്ക് പോവാത്തത്? എന്നെ ഒന്ന് കൊല്ല്. അമ്മച്ചിയുടെ ഭൂതകാലത്തിലേക്ക് പോയിട്ട് വേണം അവന്റെ ഉള്ള ഓർമ്മയും കൂടെ പോവാൻ. അമ്മച്ചി, ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു വെച്ച് മനസ്സിലാക്കണതേ, ഈ സാമിനെയും കൊണ്ട് യാത്ര പോകുന്നത് നല്ലത്.
പല പല സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാകുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നീ പോടാ തിമ്പ, ഞാൻ എന്റെ കൊച്ചിനെ വിടില്ല. വേണ്ട, എന്നാ പിന്നെ മോൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കളിച്ച് ഇവിടെ തന്നെ നടക്കട്ടെ. ഒടുക്കം പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി മുലപ്പാല് വേണമെന്നും പറഞ്ഞു വരരുത്. പോടാ. പെങ്ങളെ, കാര്യം എൻ്റെ മക്കൾ വിവരദോഷികളാണെങ്കിലും പിള്ളേര് പറയുന്നതിൽ കാര്യമുണ്ട്. സാമിന്റെ കാര്യത്തിൽ തൽക്കാലം ഇതേ ഒരു പ്രതിവിധിയുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അവന്റെ അസുഖം മാറുകയല്ലേ നമുക്ക് വേണ്ടത്. ഡാ ജോർജി, പെങ്ങള് സമ്മതിക്കും, നിങ്ങൾ പോയിട്ട് വാ. പിന്നൊരു കാര്യം, യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നു മക്കൾ ഉള്ള ബോധം കൂടി കളയരുത്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലേ. ഇവിടെ വരൂ. എന്താടാ ഇവിടെ വരാൻ. എന്താ? അതെ, ഞങ്ങൾ പോണൂന്ന് കരുതി ഇവിടെ ഉഴപ്പി നടക്കരുത്. മില്ലിലെയും കോറിയിലെയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളില്ലാത്ത ഒരു കുറവും വരുത്തിയേക്കരുത്. പിന്നെ കൂട്ടിക്കിടക്കുന്ന 4 ടർക്കി കോഡ് കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഞങ്ങൾ വരുന്നതിന് മുമ്പ് പൊരിച്ചടിച്ചേക്കരുത്. അജീർണം വരും, അജീർണം. പുന്നാര മക്കളെ. ത്രേസ്യേ, പിള്ളേര് സന്തോഷത്തോടെ യാത്ര പോയി വരട്ടെ. നീ ഒന്ന് ചിരിച്ചേ.